ന്യൂസ് മലയാളം ജീവനക്കാരൻ ജിനുവിനെയും മക്കളെയും മർദ്ദിച്ച സംഭവത്തിലെ പ്രധാന പ്രതി പിടിയിൽ. മട്ടാഞ്ചേരി ഷനോജാണ് അറസ്റ്റിലായത്. തോപ്പുംപടിയിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യവെയാണ് ജിനുവിനും മക്കൾക്കും നേരെ ആക്രമണം ഉണ്ടായത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും കെബിൻ കെന്നഡി ചേരുന്നു. കെബിൻ, നമുക്കറിയാം വൈകുന്നേരം ഈ വാർത്ത പുറത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിക്കാനുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ നടപടി എങ്ങനെയാണ്? ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കൂടുതൽ പ്രതികളെ തിരിച്ചറിഞ്ഞോ? ഗൗതം, അതായത് കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലം, പോലീസിൻ്റെ ഇടപെടൽ മൂലമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം ജീവനക്കാരനായ ജിനുവിനെയും മക്കളുടെ നേർക്ക് ഉണ്ടായ ഗുണ്ടാക്രമണത്തിലെ സംഘത്തിലെ പ്രധാന പ്രതിയായ മട്ടാഞ്ചേരി സ്വദേശി ഷനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെയും സമാനമായുള്ള ലഹരിക്കടത്ത് കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഷനോജ്. അതായത് ഇന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു. ഇന്ന് മക്കളുമൊത്ത് തോപ്പുംപടിയിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക്, അതായത് മക്കളെ കൊച്ചിയിലെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്, കൊച്ചിയിലെ പരിസരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് വേണ്ടി മട്ടാഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയാണ് ഒരു സംഘം, 2 പേരടങ്ങുന്ന സംഘം ഓട്ടോയിലെത്തി ബൈക്കിന് കുറുക്ക് നിർത്തിക്കൊണ്ട് ഇറങ്ങി വന്ന് ചീത്ത പറയുകയും മക്കൾക്ക് നേരെ അടിക്കുന്ന രീതിയിലുള്ള ആംഗ്യം കാണിക്കുകയും ജിനുവിനെ മർദ്ദിക്കുകയും ചെയ്തത്. അതിനുശേഷം മൂർച്ചയേറിയ ഒരു ആയുധം കൊണ്ട് ജിനുവിൻ്റെ കഴുത്തിൽ വെച്ച് വധഭീഷണി പുതുക്കി ഇതിനെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തിയ ജിനു തോപ്പുംപടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയാണ്. കൃത്യമായ പോലീസിൻ്റെ ഇടപെടൽ മൂലം തോപ്പുംപടി SI ജയലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രധാന പ്രതിയെ ഷനോജിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രതിയെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്ക് കടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ആക്രമണത്തിനിരയായ ജീവനക്കാരനായ ജിനു ചേരുന്നുണ്ട്. കൃത്യമായി എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. ഞാൻ ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളെയും കൂട്ടി ഞാൻ അവിടെ പള്ളൂരത്തിൽ നിന്ന് ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റിസപ്ഷൻ എന്ന് പറയുന്നത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞാണ്. അപ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി അവർ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കാണിക്കാൻ വേണ്ടി ഞാൻ തോപ്പുംപടി ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് സ്കൂട്ടറിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോ സൈഡിൽ കൂടെ വന്നിട്ട് കുറേ വണ്ടിയിലിരുന്ന ആൾ കുറേ ചീത്ത വിളിക്കുകയും, അപ്പോൾ ഞാൻ വണ്ടി സ്ലോ ചെയ്ത് ഉടൻ തന്നെ പുറകിലിരുന്ന ആൾ ഒരൊറ്റ ചവിട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയുകൊണ്ട് ഞാൻ വീഴാതെ രക്ഷപ്പെട്ടു. അപ്പം പിള്ളേരപ്പം തന്നെ പേടിച്ചു. പിള്ളേർ ഭയങ്കരമായിട്ട് പാനിക്ക് ചെയ്ത് പിള്ളേർ എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞ് അപ്പോൾ എനിക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഈ ഓട്ടോടെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ പുറത്തേക്കിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു വീണ്ടും എന്തെങ്കിലും എന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ വണ്ടി പെട്ടെന്ന് റൈസ് ചെയ്ത് വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് ഒരു 50 മീറ്റർ ചെല്ലണേന് മുമ്പ് തന്നെ ഇവരെന്നെ വീണ്ടും വട്ടം വെച്ച് നിർത്തി. വട്ടം വെച്ചപ്പോൾ തന്നെ അവിടെ റോഡ് മുഴുവൻ ബ്ലോക്കായി. അപ്പോൾ ഈ പുറകിലിരുന്ന ആളും ഈ ഫ്രണ്ടിലിരുന്ന ആളും ഓട്ടോ ഓടിച്ച ആളും കൂടെ പുറത്തിറങ്ങി. പുറകിലിരുന്ന ആൾ കയ്യിൽ നിന്നൊരു നീളമേറിയ ഒരു ആയുധം ആണ് ഇരിക്കുന്നത്. കത്തിയല്ല, അതേപോലെ സമാനമായ ഒരു ആയുധം. അത് വെച്ച് നേരെ പുറത്തിറങ്ങി എൻ്റെ നേരെ പെടലിക്ക് നേരെ ഇങ്ങനെ വെച്ച് നിന്നെ ഇവിടെ കുത്തി മലത്തിയിടാൻ ഇത് മതി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിള്ളേർ ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ ഞാനിത് ഉടൻ തന്നെ ഈ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഈ റോഡ് കഴിഞ്ഞായിരുന്നു, എനിക്ക് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിള്ളേരെന്നെ ഇങ്ങനെ പിടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവരെന്തൊക്കെയോ എന്ന് പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോരുക എന്നുള്ള ആയതുകൊണ്ട്, അല്ലാതെ അവിടെ നിന്നാൽ ചിലപ്പോൾ ശരിയാക്കി കളയും. ഞാൻ വീണ്ടും ഈ ഓടയിലേക്ക് വണ്ടി കയറ്റി നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി, പിള്ളേരായിട്ട് കയറി ഓടിച്ച് കയറ്റി പാർക്കിംഗ് കയറി ഞാൻ അതിനകത്ത് കയറി. എന്നിട്ട് ഞാൻ കൺട്രോൾ റൂമിൽ വിളിക്കുകയാണ് ചെയ്തത്. എന്താ കാര്യമെന്ന് എനിക്കും അറിയായിട്ടില്ല. ഇപ്പോൾ അന്വേഷിക്കട്ടെ. അത് തന്നെയാണ് പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടെത്തി കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ച് തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകുകയായിരുന്നു. കേസിൻ്റെ പ്രധാനമായ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോ അത് സഞ്ചാരയോഗ്യമല്ലാത്ത പൂർണ്ണമായി നശിച്ച നിലയിലുള്ള ഒരു ഓട്ടോയായിരുന്നു. അവർ ഇതുപോലുള്ള ക്രിമിനൽ പരിപാടികൾക്കാണ് ഇത്തരത്തിൽ ഓട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഓട്ടോയുടെ RC ഓണറെ ട്രേസ് ചെയ്തതിന് ശേഷം അത് അരൂർ സ്വദേശിയായ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. മണികണ്ഠനിൽ നിന്ന് ബ്രോക്കർ മുഖാന്തരം മട്ടാഞ്ചേരി സ്വദേശിയായ ഷനോജ് ഇത് പണയത്തിനെടുക്കുകയായിരുന്നു. 34,000 രൂപയ്ക്കാണ് ഇത് പണയത്തിലെടുത്തത്. ആ പണയത്തിലെടുത്ത ഓട്ടോയിലാണ് ഇത്തരത്തിലുള്ള സമാനമായ ക്രിമിനൽ പരിപാടികൾ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ തോപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലഹരി കടത്ത് ഉൾപ്പെടെയുള്ളവ ഇദ്ദേഹത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർ നടപടിയുടെ ഭാഗമായി ഇപ്പോൾ പ്രതിയെ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയാണ് ഗൗതം.
വ്യക്തമാണ് കെബിൻ. ന്യൂസ് മലയാളം ജീവനക്കാരനായ ജിനുവിനും മക്കൾക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഇപ്പോൾ പ്രധാന പ്രതി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കെബിൻ കെന്നഡി.